ഈ രണ്ട് കള്ളന്മാരെ ക്രൂശിക്കുമ്പോൾ കണ്ട ഈ രണ്ട് കള്ളന്മാരും ഒരേ സ്വഭാവമുള്ളവരാണ്, ഒരേ തെറ്റ് ചെയ്തവരാണ്, ഒരേ ശിക്ഷ അനുഭവിക്കുന്നവരാണ്. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും മരണശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. നടുവിൽ യേശുക്രിസ്തുവും ഇരുപുറവും ഈ രണ്ട് ദുഷ്പ്രവൃത്തിക്കാരും കൂടെ കിടക്കുമ്പോൾ നോക്ക് പ്രിയപ്പെട്ടവരെ, ഇതിനകത്തെ മർമ്മം ഞാൻ പറഞ്ഞുതരാം. അതായത് റോമാലേഖനം ഒക്കെ പറയുന്ന പോലെ നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തിയവനാണെന്ന് പറയുമ്പോൾ നോക്ക് പ്രിയപ്പെട്ടവരെ, ആദമിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. അതായത് ആദമിനെ ദൈവം സൃഷ്ടിച്ച് ആദം പാപം ചെയ്ത് ദൈവത്തിന് ശത്രുവായിട്ട് തീർന്നത് വഴി ആ സാത്താന് കീഴടങ്ങിയ സാത്താന്റെ ആത്മാവിനാൽ പ്രവേശിക്കപ്പെട്ട് വിശുദ്ധൻ എന്നുള്ള പദവിയിൽ മരിച്ച് ആത്മാവ് സംബന്ധിച്ച് അവൻ പാപിയായിട്ട് മാറ്റപ്പെട്ടത് വഴി അവന്റെ രക്തത്തിൽ പറഞ്ഞ ഈ മുഴു ലോകത്തിന്റെയും അല്ലെങ്കിൽ സകല പാപികളുടെ പ്രതിനിധിയാണ് ഈ രണ്ട് കള്ളന്മാർ. എന്ന് വെച്ചാൽ ആദം മുതൽ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുന്നതും വരെയും ഇത് യേശുക്രിസ്തു മടങ്ങി വരുന്നതും വരെയുമുള്ള ഈ ഭൂമിയിലെ സകല മനുഷ്യരുടെയും എല്ലാ പാപികളുടെയും പ്രതിനിധിയാണ് ഈ രണ്ട് കള്ളന്മാർ. അപ്പോൾ നോക്കിക്കനെ, നമ്മുടെ പാപത്തിന്റെ മോചനത്തിനായിട്ട് യേശുക്രിസ്തു മരിക്കണമെന്നുള്ള തിരുവഴുത്തിന്റെ നിവൃത്തീകരണത്തിലേക്ക് വരുമ്പോൾ രണ്ട് കള്ളന്മാരെ, രണ്ട് പാപികളെ ഇടം വലം നിർത്തുമ്പോൾ ഒരേ സ്വഭാവമുള്ള വെച്ചാൽ ഒരുത്തം പോലും നീതിമാന്മാരില്ല, എല്ലാവരും ഒരുപോലെ കൊള്ളരുതായിട്ട് തീർന്നു. അപ്പൊ ഒരുപോലെ കൊള്ളരുതാത്ത രണ്ടുപേരെ, ഒരു വ്യത്യാസവുമില്ല. ഈ രണ്ട് കള്ളന്മാർക്കും കൂടെ ഒരു വ്യത്യാസവുമില്ല, രണ്ടുപേരും ഒരുപോലെ കൊള്ളരുതാത്തവർ.